Hey folks, സാംസങ്ങിൻ്റെ ഒരു ഫ്ലാഗ്ഷിപ്പ് എക്സ്പീരിയൻസ് ഇൻക്ലൂഡിംഗ് AI 30,000 രൂപയ്ക്ക് വേണമെങ്കിൽ S23 FE കൺസിഡർ ചെയ്യേണ്ട ഒരു ഫോണാണ്. പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ ഡ്രോബാക്ക് എന്ന് പറയുന്നത് ബാറ്ററി ബാക്കപ്പ് ആണ്. സോ ഇന്നത്തെ വീഡിയോയിൽ S23 FEയുടെ ഒരു എക്സ്ട്രീം ബാറ്ററി ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. എക്സ്ട്രീം ബാറ്ററി ടെസ്റ്റ് എന്ന് പറയുന്നത് വെറുതെയല്ല. 1 മണിക്കൂർ യൂട്യൂബ്, ഗെയിമിംഗ്, വീഡിയോ കോൾ, അരമണിക്കൂർ ഇൻ്റർനെറ്റ് ബ്രൗസിംഗ് ആൻഡ് വീഡിയോ റെക്കോർഡിംഗ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഈ ഫോൺ എപ്പോൾ ഓഫ് ആവുന്നു അപ്പം ഞാൻ ഈ ടെസ്റ്റ് നിർത്തും. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുവാണെങ്കിൽ കൂടിപ്പോയി കഴിഞ്ഞാൽ ഒരു 4 മണിക്കൂർ, അതിൽ കൂടുതൽ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഒരു കാര്യം എടുത്ത് പറയുന്നത് മൊബൈൽ ഡേറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, ഓൾവേസ് ഓൺ ഡിസ്പ്ലേ, ഓട്ടോ ബ്രൈറ്റ്നസ്, ഇതെല്ലാം ത്രൂ ഔട്ട് ദ ടെസ്റ്റ് ഓൺ ആയിരിക്കും. ഹേയ്, ഇന്ന് ജനുവരി 13 രാവിലെ 7:40. 6 മണിക്കായിരുന്നു ഞാൻ ഫോൺ എടുക്കേണ്ടത്. ആൻഡ് അത് വേണമെങ്കിൽ ഒരു എക്സ്ക്യൂസ് ആയിട്ട് എടുക്കാം. കാരണം ഞാൻ ഫോൺ എടുത്ത് നോക്കിയപ്പോൾ 12% ചാർജാണ് കുറഞ്ഞിരിക്കുന്നത്. ഒന്നും ചെയ്യാതെ 12%. ഒരു കാര്യം എടുത്ത് പറയേണ്ടത് LTPO ഇല്ല. സോ 120 ഹെർട്സിൽ നിന്ന് നേരെ 1 ഹെർട്സിലേക്ക് പോകാൻ സാധിക്കില്ല. പക്ഷേ എന്നാലും 60 ഹെർട്സ് വരെ പോകാൻ സാധിക്കും. പിന്നെ മൊബൈൽ ഡേറ്റ, വൈഫൈ, ബ്ലൂടൂത്ത്, ലൊക്കേഷൻ, ഇതെല്ലാം ഓൺ ആയിരുന്നു. ബട്ട് എന്നാലും 12% കുറഞ്ഞതിൻ്റെ മെയിൻ റീസൺ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ആണ്. സോ അതൊന്ന് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ കുറച്ചെങ്കിലും ബാറ്ററി സേവ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ സമയം 11:11. നമ്മുടെ ഫോണിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞാൽ വെറും 83% ആണ്. ലൈക്ക് ഇത്ര നേരമായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, എന്നിട്ടാണ് 83%. എന്തായാലും ഇനിയുള്ളൊരു 30 മിനിറ്റ്സ് ഞാനൊരു യൂട്യൂബ് വീഡിയോ വാച്ച് ചെയ്യാൻ പോകണം. സോ എന്നിട്ട് കഴിഞ്ഞിട്ട് എത്ര ബാറ്ററി ബാക്കപ്പ് ഉണ്ടെന്ന് നമുക്ക് നോക്കാം. വൈഫൈ ആണ്, സോ അധികം ഡ്രെയിൻ ആവാനുള്ള ചാൻസ് ഇല്ല. ബട്ട് ലെറ്റ്സ് സീ. പുറകിൽ ഞാൻ ടൈമർ ഓൺ ആക്കി വെച്ചിട്ടുണ്ട്. സോ ഞാൻ കൂടുതലും പോകില്ല, കുറവും പോകില്ല, കറക്റ്റ് ടൈമിലേക്ക് മാത്രം. സോ ഞാനിപ്പോൾ കറക്റ്റ് 30 മിനിറ്റ്സ് വൈഫൈയിൽ യൂട്യൂബ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഇപ്പോൾ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 76% ആണ്. 7% കുറഞ്ഞിരിക്കുന്നത്. ആൻഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ 60% ബ്രൈറ്റ്നസ്സിലും 70% വോളിയത്തിലോട്ടാണ് യൂസ് ചെയ്തത്. സോ ഈ 7% ഫെയർ ആണ്. ഇപ്പോൾ സമയം 2:15. ബാറ്ററി 55%. ഇതെങ്ങനെ ബാറ്ററി 55% ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അടുത്ത 30 മിനിറ്റ് ഇൻസ്റ്റാഗ്രാം ആയിരുന്നു യൂസ് ചെയ്യുന്നത്. പക്ഷേ എൻ്റെ സെർവർ ഡൗൺ ആയതുകൊണ്ട് തന്നെ 20 മിനിറ്റ് ഞാനത് ഫിക്സ് ചെയ്യാൻ നോക്കി. സോ അങ്ങനെയാണ് 21% നഷ്ടപ്പെട്ടത്. അടിപൊളി. ഇനി എന്തായാലും നമുക്ക് വാട്സാപ്പിൽ വൈഫൈയിൽ വീഡിയോ കോൾ ചെയ്യാം. സോ ഞാനിപ്പോൾ 30 മിനിറ്റ് വാട്സാപ്പ് യൂസ് ചെയ്ത് കഴിഞ്ഞു. ആൻഡ് ഡിജിറ്റൽ വെൽബീയിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ വാട്സാപ്പ് 33 മിനിറ്റും യൂട്യൂബ് 30 മിനിറ്റും. ഇത് രണ്ടുമാണ് ഞാൻ മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത്. ഇൻസ്റ്റാഗ്രാം അവിടെ 6 മിനിറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഇത് ലോഗിൻ ചെയ്യാൻ ശ്രമിച്ച ആ ഒരു ടൈം മാത്രമാണ്. ആൻഡ് ടോട്ടലി നമുക്ക് 1 മണിക്കൂർ 35 മിനിറ്റ് മാത്രമാണ് ഞാൻ ഈ ഒരു ഫോൺ യൂസ് ചെയ്തിരിക്കുന്നത്. രാവിലെ തൊട്ട് ഈ നേരം വരെയാണ് നിങ്ങൾ കാണുന്നത്. ഓക്കെ. ആൻഡ് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് എന്ന് പറയുന്നത് 44%. ഇനി അവസാനമായിട്ട് വൈഫൈയിൽ ഇൻഡോറിൽ ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു ഗെയിമിംഗ് ടെസ്റ്റാണ്. ഇപ്പോൾ നമ്മുടെ ചാർജ് എന്ന് പറയുന്നത് 41% ആണ്. ഞാനിപ്പോൾ TDM ആണ് കളിക്കാൻ പോകുന്നത്. ആൻഡ് ഗ്രാഫിക്സ് കൊണ്ടുപോയിടാൻ പറ്റുന്നതിൽ മാക്സിമം ആണ്, അതായത് HDR അൾട്രയിലാണ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, നമ്മുടെ ടൈമർ 4 മിനിറ്റ് മുമ്പ് കഴിഞ്ഞാണ്. പക്ഷേ ഗെയിമിൻ്റെ ഇടയ്ക്ക് വെച്ച് ഇറങ്ങി വരുന്നത് ശരിയല്ലോ. അപ്പോൾ അതുകൊണ്ട് ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടാണ് വന്നത്. ആൻഡ് നമ്മുടെ ബാറ്ററി പെർസെൻറ്റേജ് ഇപ്പോൾ എന്ന് പറയുന്നത് 23% ആണ്. ഓൾമോസ്റ്റ് 18% ആണ് കുറഞ്ഞിരിക്കുന്നത്. പിന്നെ ഓർക്കേണ്ട ഒരു കാര്യം, 60% ബ്രൈറ്റ്നസ്സിലും 70% വോളിയത്തിലും ഇട്ടാണ് ഞാൻ ഈ ഗെയിം ഫുള്ളി കളിച്ചത്. കളിക്കുമ്പോൾ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഫോൺ ഹീറ്റ് ആവുന്നുണ്ടായിരുന്നില്ല. ഈ ഫോണിൻ്റെ പ്രീവിയസ് വേർഷൻ ആയിട്ടുള്ള S23 FEയിൽ Exynos 2100 ആയിരുന്നു. ഞാൻ അതിനകത്ത് ഗെയിംസ് ഒക്കെ കളിക്കുന്ന സമയത്ത് ചുട്ടുപൊള്ളും എന്ന് മാത്രമല്ല, ചൂട് കാരണം അതിൻ്റെ ബാക്ക് പാനൽ വരെ ഊരി വന്നിട്ടുണ്ട്. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വൈകിയാണെങ്കിലും സാംസങ് അത് ഫിക്സ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോൾ ഔട്ട്ഡോറിൽ മൊബൈൽ ഡേറ്റയിൽ ടെസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആൻഡ് എനിക്ക് ഉറപ്പാണ് ഈ ഒരു ടെസ്റ്റ് ഫുൾ ഇത് ലാസ്റ്റ് ഇല്ലാന്ന്. കാരണം ഇപ്പോൾ തന്നെ 17% ചാർജ് ഉള്ളൂ. ഞാൻ BGMI കളിച്ചിറങ്ങിയപ്പോൾ ഒരു 22% ചാർജ് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ വെറും 17%. സോ ഇതിലെന്തായാലും ഒരു യൂട്യൂബ് വീഡിയോ പോലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ മിസ്റ്റർ ബീസ്റ്റ് പുതിയൊരു 24 മിനിറ്റിൻ്റെ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. സോ നമുക്ക് ഫുള്ളും കണ്ടു കേൾക്കാം.
യൂട്യൂബിൽ മിസ്റ്റർ ബീസ്റ്റിൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞ് 9% ബാറ്ററി ബാക്കിയുണ്ട്. അതും കൂടി തീർക്കാനായിട്ട് BGMI ഓപ്പൺ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് റിയലി ലാഗി. ഓൾസോ FPS എണ്ണിയെടുക്കാമായിരുന്നു. എന്തായാലും വെറും 7 മിനിറ്റ് കൊണ്ട് ഫോൺ ഓഫായി. ഞാൻ വീട്ടിലെത്തി 1.5 മണിക്കൂർ കൊണ്ട് ഫോൺ ഫുൾ ചാർജ് ചെയ്തു. ആൻഡ് എനിക്ക് കിട്ടിയ ബാറ്ററി ബാക്കപ്പ് എത്രയാണെന്നല്ലേ? വെറും 3 മണിക്കൂർ. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കാവുന്നൊരു ചോദ്യമായിരിക്കാം, ഇതാണോ ഒരു എക്സ്ട്രീം ബാറ്ററി ടെസ്റ്റ്? വെൽ, ഈ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എനിക്ക് കുറേ പ്ലാൻ ഉണ്ടായിരുന്നു. ബട്ട് അതൊക്കെ വർക്കൗട്ട് ചെയ്യാനായി ഫോൺ ലാസ്റ്റ് ചെയ്തില്ല. പ്ലസ് 4-5 മണിക്കൂർ ബാറ്ററി ടെസ്റ്റ് ചെയ്യുന്നതിൽ വലിയ അർത്ഥമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഈ വീഡിയോയിൽ എന്തെങ്കിലും ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ പറഞ്ഞാൽ മതി, കാരണം ഇതെൻ്റെ ഫസ്റ്റ് ബാറ്ററി ടെസ്റ്റ് ആണ്. ഇനി ഏതൊക്കെ ആപ്സ് എത്ര ബാറ്ററി യൂസ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കിയാൽ BGMI 9.2%. മാക്സ് സെറ്റിംഗ്സിൽ കളിച്ചപ്പോൾ GPU നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. സോ ദാറ്റ്സ് ഫെയർ. അടുത്തത് യൂട്യൂബ് 7%. അത്യാവശ്യം നല്ല ബ്രൈറ്റ്നസ്സിലും വോളിയത്തിലും യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതും ഫെയർ ആണ്. പക്ഷേ ഫെയർ അല്ലാത്ത ഒരൊറ്റ സാധനമാണ് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ. 7% ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. സോ ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയാതെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഒരു 30 മിനിറ്റ് എക്സ്ട്രാ ബാറ്ററി ബാക്കപ്പ് വേണമെങ്കിൽ അതങ്ങ് ഓഫ് ചെയ്തിട്ടേക്ക്. പിന്നെ BGMI കളിക്കുന്ന സമയത്ത് സ്ക്രീൻ റെക്കോർഡ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ 4% ബാറ്ററി അത് ബാക്ക്ഗ്രൗണ്ടിൽ യൂസ് ചെയ്തു. സോ അതും കൂടി ആഡ് ചെയ്ത് ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓഫ് ആക്കിയിട്ട് കഴിഞ്ഞാൽ 45 മിനിറ്റാണ് എക്സ്ട്രാ കിട്ടാൻ പോകുന്നത്. സോ ടോട്ടലി ഒരു 3.25 മണിക്കൂർ ബാറ്ററി ബാക്കപ്പ് നിങ്ങൾക്ക് കിട്ടും. ഇത് ശരിക്കും സാംസങ് പണി തരുന്നത് തന്നെയാണ്. ഇതിലുള്ളത് 4500 mAh ബാറ്ററിയാണ്. ശരിയാണ്, mAhലല്ല കാര്യമുള്ളത്. കാരണം ഞാൻ യൂസ് ചെയ്യുന്ന S23ൽ വെറും 3785 mAh ബാറ്ററി മാത്രമേ ഉള്ളൂ. എന്നിട്ട് അതിലെനിക്ക് ഇതിനേക്കാൾ കൂടുതൽ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. സോ നിങ്ങളൊരു ലൈറ്റ് യൂസർ ആണെങ്കിൽ, ഹെവി യൂസർ അല്ല, ഈവൻ ഒരു നോർമൽ യൂസർ പോലും അല്ല, ലൈറ്റ് യൂസർ ആണെങ്കിൽ മാത്രം ഈ ഫോൺ വാങ്ങിയാൽ മതി. കാരണം പല യൂട്യൂബേഴ്സും അവരുടെ റിവ്യൂവിൽ ഒരു ദിവസത്തിൻ്റെ ബാറ്ററി ബാക്കപ്പ് ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്. പക്ഷേ റിയൽ ടൈം യൂസേജിലേക്ക് വന്നു കഴിയുമ്പോൾ വേ ലോവറാണ്. പിന്നെ വെറും 25 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് മാത്രമേ ഇതിനുള്ളൂ. അതായത് 1.5 മണിക്കൂർ ഓടിക്കും ഫുൾ ചാർജ് ആവാൻ. ഒരു ദിവസം ഫുള്ളും കിട്ടി പാതിരാത്രി കിടന്നുറങ്ങുന്ന സമയത്താണ് ഫുൾ ചാർജ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷേ ഇത് 4 മണി 5 മണി ആകുമ്പോഴേക്കും ഫോൺ ചാർജ് തീർന്നു പോകും. സോ അതുകൊണ്ട് തന്നെ അത് വീണ്ടും ചാർജ് ചെയ്യാനായിട്ട് 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത് നിൽക്കുക എന്ന് പറയുന്നത് പാടാണ്. പിന്നെ ഈ പ്രൈസിൽ നമുക്ക് 67 വാട്ടും അതിന് മുകളിലുള്ള ചാർജേഴ്സ് ബോക്സിൽ പ്രൊവൈഡ് ചെയ്യുന്ന ബ്രാൻഡ്സുകളുള്ളപ്പോൾ ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നൊരു ബ്രാൻഡാണുള്ളത്. അതായത് ചാർജർ ബോക്സിലല്ല.